നമ്മുടെ രാജ്യത്ത് ഓപ്പറേഷൻ ചക്ര എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. CBI ആണ് ഇത് നടത്തുന്നത്. ഡിജിറ്റൽ ഫ്രോഡുകൾക്കായിട്ടാണ് ഈ മൂവ്മെൻറ്റ് നടത്തുന്നത്. ഈ ഡിജിറ്റൽ ഫ്രോഡിൻ്റെ കിങ് പിൻ, അതായത് ഏറ്റവും വലിയ തലവനെ ഇപ്പോൾ ഇതിൽ പിടികൂടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അമേരിക്കൻ സിറ്റിസൺസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് സ്ക്രിപ്റ്റോ സ്കാമാണ് ഇവർ നടത്തുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഡൽഹിയിലെ AGI വിമാനത്താവളത്തിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ വ്യാപകമായിട്ടുള്ള ഒരു രാജ്യാന്തര സൈബർ തട്ടിപ്പ് സംഘത്തിൻ്റെ തലവനെന്ന് സംശയിക്കുന്ന അർജുൻ പ്രകാശിനെ ഇന്ത്യയിലെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്തു. അന്താരാഷ്ട്ര സൈബർ കുറ്റകൃത്യ ശൃംഖലകൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടത്തിവരുന്ന ഓപ്പറേഷൻ ചക്രയുടെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. FBI, UK നാഷണൽ ക്രൈം ഏജൻസി, മൈക്രോസോഫ്റ്റ് എന്നിവർ പങ്കിട്ട രഹസ്യ വിവരങ്ങളെ തുടർന്ന് മെയ് മാസത്തിൽ FIR രജിസ്റ്റർ ചെയ്തപ്പോഴാണ് CBI ഈ കേസ് ആരംഭിച്ചത്. നോയിഡ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ഫസ്റ്റ് ഐഡിയ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ടെക് സപ്പോർട്ട് കോൾ സെന്റർ UK, ഓസ്ട്രേലിയ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ ഇരകളെ കൃത്രിമമായ പിന്തുണാ സ്ക്രിപ്റ്റുകളും വ്യാജ യോഗ്യതാ പത്രങ്ങളും ഉപയോഗിച്ച് വഞ്ചിച്ചുവെന്നും ഈ ഓപ്പറേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു അന്താരാഷ്ട്ര തട്ടിപ്പ് ശൃംഖലയാണ് ഇപ്പോൾ വേർപിരിച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ CBI എന്നുള്ളതാണ് അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന മുഖ്യശില്പി പ്രകാശ് ആയിരുന്നുവെന്ന് CBI ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ വർഷം ആദ്യം അദ്ദേഹം ഒളിവിൽ പോയതിനെ തുടർന്ന് വിവിധ ഏജൻസികൾ നടത്തിയ ട്രാക്കിങ്ങിനും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിനു ശേഷമാണ് അറസ്റ്റ് നടന്നത്. അന്വേഷണത്തിൽ ഏകോപിത തിരയലുകൾ, ഡിജിറ്റൽ ഫോറൻസിക്, അന്താരാഷ്ട്ര സഹകരണം എന്നിവ ഉൾപ്പെടുന്നു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന കഴിവ് ഇത് അടിവരയിടുകയാണ്. നോയിഡ, അമൃത്സർ, 5 വടക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ റെയ്ഡുകൾ ഉൾപ്പെടെ ഓപ്പറേഷൻ ചക്രയുടെ മുൻകാല വിജയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ നടപടി. മ്യൂൾ അക്കൗണ്ട് നെറ്റ്വർക്കുകൾ, വഞ്ചനാപരമായിട്ടുള്ള KYC ബൈപ്പാസുകൾ, 8.5 ലക്ഷത്തിലധികം അക്കൗണ്ടുകൾ പിടിച്ചെടുക്കുന്നതിലേക്കുള്ള നയിച്ച ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ എന്നിവ ഈ റെയ്ഡുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. എന്തായാലും ഒന്നിലധികം മേഖലകളിലായി സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിനകം തന്നെ തകർത്ത ഒരു വിശാലമായ നടപടിയുടെ ഭാഗമാണ് CBIയുടെ ശ്രമങ്ങൾ. ഉദാഹരണത്തിന് ഓപ്പറേഷൻ ചക്ര US പൗരന്മാരിൽ നിന്ന് ഏകദേശം $40 മില്യൺ വഞ്ചന നടത്തിയ ഒരു സംഘത്തെ തകർത്തു. 3 പ്രധാന പ്രവർത്തകരെ പിടികൂടി. അമൃത്സറിലെ ഡിജി ക്യാബ്സ് കോൾ സെന്റർ അടച്ചുപൂട്ടി. വ്യാജ സമൻസുകൾ വഴി ഇരകളെ നിർബന്ധിച്ച് പിടികൂടിയ ഇന്ത്യൻ കേന്ദ്രീകൃത ഡിജിറ്റൽ അറസ്റ്റുകൾ ഇപ്പോൾ ആഗോള സൈബർ കുറ്റകൃത്യ പോരാട്ടമായി പരിണമിച്ചു. സാമ്പത്തിക പ്രവാഹങ്ങൾ മാപ്പ് ചെയ്യുന്നതിനും വിദേശ ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നതിനും CBI ഇപ്പോൾ ഇന്റർപോളുമായി, വിദേശ ഏജൻസികളുമായി സഹകരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മുഖ്യ സൂത്രധാരൻ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളതിനാൽ കോൾ സെന്ററിന്റെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡീക്രിപ്റ്റ് ചെയ്യുന്നതും ബാങ്ക് ട്രെയിലറുകൾ ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്നതിനാൽ കൂടുതൽ അറസ്റ്റുകളും അന്വേഷണങ്ങളും ഉണ്ടാകുമെന്നാണ് അധികൃതർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.